ഈ ഈ വലിയ പ്രത്യാഘാതങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എങ്ങോട്ട് പോകുമെന്ന നിസ്സഹായതയുടെ അങ്ങേയറ്റമുള്ള ചോദ്യമുണ്ട്. പലപ്പോഴും അവിടെ സഹായസ്ഥവുമായി എത്തുന്നവർക്ക് പോലും അതിന് മറുപടി പറയാനാകുന്നില്ല. പലരുടെയും വീടുകളെന്നൊക്കെ പറഞ്ഞാൽ ഈ മുണ്ടക്കൈ ചുരൽമല ഭാഗം എന്ന് പറയുന്നത് അതിസാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന ഇടമാണ്. തോട്ടം തൊഴിലാളികൾ ഭൂരിഭാഗമുള്ള ഇടമാണ്. ചിലർ പാടികളിൽ ഈ ചെറിയ ചെറിയ പാടികൾ താമസിക്കുന്നവരാണ്. അങ്ങനെ സാമ്പത്തികമായൊക്കെ വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ലാത്ത എന്നാൽ വളരെ സന്തോഷത്തോടെ കഴിയുന്ന സാധാരണക്കാരുടെ ഇടം അവരൊരു ആയുഷ്കാലത്ത് സമ്പാദ്യം കൊണ്ട് പണിത് കഴിപ്പിച്ച വീടുകളായിരിക്കും. ആ വീടുകളൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു രാത്രി കടന്നു പോകുമ്പോൾ ഇനി അങ്ങോട്ട് എന്തുണ്ട്, ഇനി അങ്ങോട്ട് എന്താണ് എന്ന ആകുലതകൾ അവരെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയുന്ന പോലെ ഒരു ദുരന്ത ഭൂമികയാണ്. അന്ന് ആ രാത്രി അവർ ഉറങ്ങുമ്പോൾ ധരിച്ച വസ്ത്രമൊഴികെ അവർക്കെടുക്കാൻ ബാക്കിയായ ഒരു ശേഷിപ്പുകളും അവിടെ ഇല്ല. പക്ഷേ അവർ അതിജീവിക്കും. അതിനായി നമുക്ക് കൈകോർക്കേണ്ടിയിരിക്കുന്നു. പ്രജിൻ, തീർച്ചയായിട്ടും സുഹൈൽ, അത് തന്നെയാണ് അതിജീവനത്തിൻ്റെ കഥകൾ കേരളത്തിൽ. അത് പുതുമയല്ല. ഒരുപാട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കണ്ട് നമ്മൾ മുന്നോട്ട് വന്നവരാണ്. 2018 മഹാപ്രളയം അത് തുടങ്ങി പിന്നീട് എല്ലാ വർഷങ്ങളിലും ഇതുപോലെ എന്തെങ്കിലും ഒരു ദുരന്തം നമ്മളെ തേടി എത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2024 ഈ ദുരന്തം, അത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ മുകളിലായിപ്പോയി എന്നൊരു വലിയ സങ്കടമാണ്. 282 പേരുടെ മരണം ഇതിനോടകം രേഖപ്പെടുത്തപ്പെട്ട ഒരു വലിയ മഹാദുരന്തമായി തന്നെ അത് മാറുന്നുണ്ട്. മുണ്ടക്കൈ നമ്മുടെ സങ്കടക്കയമായി മാറുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ചുരൽമല അത് വലിയ സങ്കടമലയായി നമ്മുടെ മുന്നിലുണ്ട്. അവിടുത്തെ ആൾക്കാർ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമ്മളിന്ന് കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവനോടെ രക്ഷപ്പെട്ടെങ്കിലും അതുവരെ ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യങ്ങളും, വീടും സ്വത്തും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ ഇന്ന് ഈ ദൗത്യസംഘം ഇവിടെ കണ്ടു. ഈ ദൗത്യസംഘത്തിനൊപ്പം നമ്മൾ മാധ്യമപ്രവർത്തകരും പോയപ്പോഴാണ് ആ ദൃശ്യങ്ങൾ പകർത്താൻ നമുക്ക് കഴിഞ്ഞത്. ആ ദൃശ്യങ്ങളിൽ അവരുടെ വേദനകളെല്ലാം അതുപോലെ ഒപ്പിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ഇതെല്ലാം പറയുന്നത് ഇനിയും മുൻപോട്ട് പോകണം എന്ന ഒരു ഉറച്ച പ്രതീക്ഷ തന്നെയാണ്. അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ അവരെ എങ്ങനെയാണ് മാറ്റുക, എങ്ങനെയാണ് മാറ്റിയെടുക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇനി അവർക്ക് വേണ്ടത് നമ്മുടെ സഹായമാണ്. അവരെ ഒപ്പം ചേർക്കണം, അവർക്കൊപ്പം നമ്മൾ നിൽക്കേണ്ടതുണ്ട്. മുഴുവൻ കേരളവും അവർക്കായി നിൽക്കേണ്ടതുണ്ട്. അവരെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ആ നാടിനെ മൊത്തം ഒപ്പം അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നോക്കണം. അവർക്കുള്ള എല്ലാ സഹായങ്ങളും പ്രഖ്യാപിക്കാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആഹ്വാനം മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. ഇത് തന്നെയാണ് വേണ്ടത് നമുക്കറിയാം. കാരണം ഇത്തരം ദുരന്തങ്ങൾ കണ്ട് പരിചയിച്ച് മുന്നോട്ട് വന്നവർ തന്നെയാണ് നമ്മൾ അതിജീവിക്കും ഈ ദുരന്തത്തെയും. എന്തായാലും സുർജിത്ത് അയ്യപ്പത്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. സുർജിത്ത്, ഇന്നിപ്പോൾ അവിടെ തെരച്ചിൽ നിർത്തി, പക്ഷേ ഈ ബെയിലി പാലം നിർമ്മാണം അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? അതിന്ന് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചിട്ടുണ്ടോ, അല്ല അത് പൂർത്തിയായിട്ടുണ്ടോ? അതിൻ്റെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ്? നിലവിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം രാത്രിയിലും തുടരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയും വേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് സൈന്യത്തിന് മുമ്പിലുള്ളത്. കാരണം അവിടേക്ക് എത്താൻ, അതായത് ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്താനുള്ള ആക്സസ് കൃത്യമാക്കുക എന്നുള്ളത് തന്നെ, സുഗമമാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. നിരവധി കെട്ടിടങ്ങൾ മണ്ണിലമർന്ന നിലയാണുള്ളത്. നിരവധി കെട്ടിടങ്ങളിൽ കല്ലും അതോടൊപ്പം തന്നെ ചെടിയും എല്ലാം തന്നെ അടിഞ്ഞുകൂടിയ സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ഈ മരങ്ങൾ അടിഞ്ഞ കെട്ടിടങ്ങളുണ്ട്. അതിനകത്തെല്ലാം ആളുകളുണ്ട് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പുഞ്ചിരിമട്ടം പ്രദേശത്ത് കുറെ പേരെ കാണാനില്ല എന്നുള്ള വിവരങ്ങളുണ്ട്. മാത്രമല്ല അതിന് താഴെയാണ് ഈ മുണ്ടക്കൈ ടൗൺ വരുന്നത്. അവിടെയും ആളുകളെ കാണാനില്ല. പാടികളടക്കം ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അവിടേക്ക് എത്തണം, ഈ യന്ത്രങ്ങൾ എത്തണം. ആകെ 3 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഇന്ന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. മരണസംഖ്യ ക്രമാതീതമായി ഉയരുന്നു. സുർജിത്ത്, നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളല്ല, ഈ ദൃശ്യങ്ങളിലൂടെ ഒരുപക്ഷെ അതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവില്ല. അത് വളരെ ശരിയാണ്. കാരണം അവിടെ നിന്നൊക്കെ വിളിക്കുന്ന നമ്മൾ അല്ലാതെ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ തരുന്ന വിവരങ്ങൾ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. ഇനി പ്രേക്ഷകരുമായി നമുക്കത് എന്താണ് പറയുക, അത് ആ ദൃശ്യങ്ങൾ നൽകുന്നതിന് പരിമിതി ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. സുജിത്ത്, ഇന്നിപ്പോൾ ആ ദുരന്ത മുഖത്തൊക്കെ പോയ സമയത്ത് നമുക്കവിടെ കണ്ട കാഴ്ചകൾ എന്താണ്? യഥാർത്ഥത്തിൽ നമുക്കത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം പ്രേക്ഷകരോട്. കാരണം ഒരുപാട് ദൃശ്യങ്ങളുണ്ട്, അത്തരം കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീടുകളെ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി ഈ ദൗത്യസംഘം ചെല്ലുമ്പോൾ പല മൃതദേഹങ്ങൾ കാണുന്നു. കെട്ടിപ്പിടിച്ച നിലയിൽ, കസേരയിൽ ഇരിക്കുന്ന നിലയിൽ, കിടക്കുന്ന നിലയിലൊക്കെ മൃതദേഹങ്ങൾ കാണുന്നു. അത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പറ്റുന്ന കാര്യമില്ല. പക്ഷേ ഇതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരം കാഴ്ചകളെക്കുറിച്ച് എന്താണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്?
വളരെ ഭയാനകമായ ഒരു സ്ഥിതിയാണുള്ളത്. അതായത് ഈ പലതരത്തിൽ ഉള്ള മൃതദേഹങ്ങൾ, അതായത് ഈ ചെളിയിൽ പൂണ്ട നിലയിൽ ഒരുമിച്ച് ചേർന്ന് കൈപിടിച്ച് ഇരിക്കുന്ന നിലയിൽ അത്തരത്തിൽ അത്തരം വിധമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം പങ്കുവെക്കാനുണ്ട്. അത് ഈ ഈ വിഷയം നമ്മളോട് ആദ്യം അറിയിക്കുന്നത്, ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ട്, ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള വിവരം പറയുന്നത് രമേശ് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം ആണ് എന്നെ ഇതിന്റെ തലേ ദിവസം, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ രാത്രിയുടെ ആ തലേ ദിവസം എന്നെ അവിടേക്ക് കൊണ്ടുപോയത്. ചെറിയ രീതിയിൽ മലയിടിച്ചിലുണ്ട്. ആ പ്രദേശമെല്ലാം കാട്ടിത്തന്നും അവിടുത്തെ ആളുകളുടെ പ്രതികരണം എടുക്കാനൊക്കെ ഒപ്പം ഉണ്ടായിരുന്നത് രമേശാണ്. രമേശ് പുലർച്ചെ നേരത്തെ എന്നെ വിളിക്കുന്നു, ഞങ്ങൾ പെട്ടിരിക്കുകയാണ്, രക്ഷിക്കണം എത്രയും വേഗം. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് രമേശ് എന്നെ വിളിക്കുന്നത്. ഇതിനുശേഷം ഒരു എമർജൻസി എന്ന് പറയുന്ന ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. എമർജൻസി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ അപകടങ്ങളൊക്കെ സംബന്ധിച്ച് വിവരങ്ങൾ വരുന്ന ഒരു ഗ്രൂപ്പാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ താഹിർ പിടങ്ങോട് എന്ന് പറയുന്ന ആളാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്മിൻ. അദ്ദേഹവുമായി ഒരു സ്ത്രീ സംസാരിക്കുന്നത്. ആ സ്ത്രീ സംസാരിക്കുകയാണ്, എന്റെ കഴുത്തറ്റം ചെളിയാണ്, എന്നെ രക്ഷിക്കണം. അപ്പോൾ താഹിർ പറയുന്നുണ്ട്, ഞങ്ങൾ ഉടനെ എത്തുന്നുണ്ട്, രക്ഷാപ്രവർത്തകർ ധൈര്യമായിരിക്കും, ഒന്നും സംഭവിക്കില്ല എന്ന് താഹിർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇനി ഞാൻ ഉണ്ടാകില്ല എന്ന് വരെ പറഞ്ഞാണ് ആ സ്ത്രീ വെക്കുന്നത്. അതുപോലെ സംഭവിച്ചു എന്നുള്ളതാണ് താഹിർ ഇന്ന് സംസാരിച്ചപ്പോൾ പറയുന്നത്. ആ സ്ത്രീ മരിച്ചു. ആ സ്ത്രീയുടെ മൃതദേഹമാണ് ആദ്യഘട്ടത്തിൽ കണ്ടെടുത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെ എത്രയോ പേർ ഇങ്ങനെ മരിച്ചുപോയൊരവസ്ഥ ഉണ്ടാകുന്നു. എത്രയോ പേരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഉറ്റവരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ തുരിതുര വിളിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സന്ദേശം അയച്ചുകൊണ്ടും ചിത്രം അയച്ചുകൊണ്ടും എത്രയോ ഈ സമയം വരെയും അങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇന്നയാളെ കാണുന്നില്ല, അമ്മയെ കാണുന്നില്ല, അച്ഛനെ കാണുന്നില്ല, ബന്ധുക്കളെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വയനാട് ഇപ്പോൾ നിലവിലുള്ളത്. അത്രമാത്രം വലിയ വ്യാപ്തിയുള്ള ദുരന്തം. ഇത്തരം അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവത്തിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലൂടെയാണ് വയനാട്ടിൽ ഉള്ള ആളുകൾ എല്ലാം തന്നെ കടന്നു പോകുന്നത്. അത്ര വലിയ വ്യാപ്തിയുള്ള ദുരന്തം. ഇനി ആരെങ്കിലുമൊക്കെ അകപ്പെട്ടിട്ടുണ്ടോ, അവരെ ഇങ്ങനെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളുകളെല്ലാം തന്നെ പരമാവധി രക്ഷപ്പെടുത്തുക എന്നുള്ള ശ്രമമാണ് ഇനി നടക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ദൗത്യമാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബെയിലി പാലം അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ ദുരന്തം, വ്യാപ്തിയുള്ള ദുരന്തം. ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ റെഡ് അലേർട്ടാണ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ നിസ്സഹായതയുടെ നിലവിളികൾ എങ്ങും നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ സുർജിത്ത് പറഞ്ഞതുപോലെ റംലത്ത് എന്നാണ് അവരുടെ പേര്. 53 വയസ്സുകാരിയായിരുന്നു. ആ വയോധികയുടെ ശബ്ദശകലം നമ്മൾ കേട്ടു. പിന്നീട് മരണവാർത്തയാണ് അറിയുന്നത്. അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട് മരണത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ മനുഷ്യർ എത്രത്തോളം നിസ്സഹായരായിരുന്നതിന് മുമ്പ് അവർ എന്നതിൻ്റെ വളരെ വ്യക്തമായ അത് എത്രത്തോളം വ്യക്തത വരുത്തുന്നതായിരുന്നു റംലത്തിൻ്റെ ശബ്ദരേഖ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങേയറ്റം വേദനാജനകം. ഇപ്പോൾ സുജിത്ത് നമ്മളിപ്പോൾ ഈ പുഞ്ചിരിമട്ടം എന്ന പ്രദേശത്തേക്ക് നമുക്ക് അല്പം എത്താനായിട്ടുണ്ട്. ഏകദേശം ഈ ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവ കേന്ദ്രമാണ്. അവിടെ JCBകളും ഹിറ്റാച്ചികളും അടക്കം 2-3 ഉപകരണങ്ങൾ എത്തിക്കാനായി എന്ന് മനസ്സിലാക്കുന്നു. പുഞ്ചിരിമട്ടത്തെ ഒരു ഹാബിറ്റേഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ്? അവിടെ എത്ര പേരുണ്ടായിരുന്നു, എത്ര വീടുകളുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തതയുണ്ടോ? കേട്ട് മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ മുണ്ടക്കയിൽ നിന്നും അത്രത്തോളം ആളുകൾ ഈ പുഞ്ചിരിമട്ട മേഖല ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണോ അവിടുത്തെ കാര്യങ്ങൾ? സുജിലേക്ക് എത്താൻ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ആ മേഖല ഒന്നാകെ വെള്ളത്തിൽ ഒലിച്ചുപോയ ദൃശ്യമാണ്. അതിൻ്റെ ആകാശ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എത്രമാത്രം വലിയ ഭീകരമായ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് എന്ന് വെളിവാക്കുന്നതാണ്. ഇതേപോലെ ആ സ്കൂൾ തയ്യാറാക്കിയ ഒരു ഗാനം, ആ സ്കൂളിൻ്റെ ആഘോഷ സമയത്ത് തയ്യാറാക്കിയ ഒരു ഗാനം കൂടിയുണ്ട്. ആ ഗാനത്തിൽ ആ സ്കൂളിൻ്റെ പരിസരവും കൃത്യമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആ സ്കൂളിനായി മാത്രമുള്ളൊരു ഗാനവുമാണ്. അത് ഈണം നൽകി അവതരിപ്പിക്കുന്നുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരുമെല്ലാം. ആ സമയത്ത് അതിന് മുൻപ് എന്തായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ വീഡിയോ പ്രചരിക്കുന്നുമുണ്ട്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവിടുത്തെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു മാഗസിൻ, ലിറ്റിൽ കൈറ്റ്സിൻ്റെ ആ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ ആ മാഗസിനിൽ പറഞ്ഞ ആ കാര്യം അത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ആ വാർത്ത എനിക്ക് അയച്ചു തന്ന എൻ്റെ പ്രിയ അധ്യാപകൻ സുരേന്ദ്രൻ അടുത്തിലെയാണ്. മാഷ് പറഞ്ഞതനുസരിച്ച് അവിടെ ആ കുട്ടികൾ തയ്യാറാക്കിയ ആ മാഗസിനകത്തുള്ള ഓരോ കഥയിലും അവിടുത്തെ ആ പുഴയെക്കുറിച്ചും ആ നാടിനെക്കുറിച്ചും അവിടുത്തെ പ്രകൃതിയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ കുട്ടികൾക്ക് ഒരു കിളി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം അത് ആ കഥയിലുണ്ട്. കുട്ടികൾ തയ്യാറാക്കിയൊരു കഥയാണ്. ആ കഥയിൽ പറയുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടൂ, ഇവിടെ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തയ്യാറാക്കിയൊരു മാഗസിനാണ് എന്ന് പറയുമ്പോൾ
എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അത് അറം പറ്റിയ പോലെ ആയിപ്പോയല്ലോ എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് ഏറെ വിഷമമുണ്ടാക്കുന്നു, ഒപ്പം തന്നെ ആശ്ചര്യപ്പെടുന്നതാണ്. മാത്രമല്ല ആ കഥയുടെ ഏറ്റവും ഒടുക്കം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും പറയുന്നു, ഇവിടെ കുട്ടികൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായാൽ വെള്ളം കുത്തിയൊഴുകി വരും, അതിൽ ഒരുപാട് പേർ മരിച്ചു പോകും, എല്ലാ ജീവജാലങ്ങളും നഷ്ടപ്പെടും, നമുക്ക് അവിടെ വലിയ നാശം സംഭവിക്കും എന്നൊക്കെ ആ കഥയിൽ പറയുന്നുണ്ട് എന്നത് അതും കുട്ടികൾ തയ്യാറാക്കിയ ഒരു കഥയിൽ പറയുന്നുണ്ട് എന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു. ആ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. അത് പൂർണ്ണമായും തകർന്നടിഞ്ഞ് തരിപ്പണമായ അവസ്ഥയാണ്. ആ സ്കൂൾ മാത്രമല്ല, ആ പരിസരം ഒന്നാകെ, ഒപ്പം തന്നെ ചൂരൽമല ടൗണിലും ചളിയിൽ പുതഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും. പ്രജിൻ പറഞ്ഞതുപോലെ തകർന്ന ഇടം എന്ന് പറഞ്ഞാൽ ഇന്നലെ വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരു വയോധിക നമ്മോട് പ്രതികരിച്ചപ്പോൾ അവർ ഈ ഏകദേശം 1:30-2 സമയത്ത് ഉരുളിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി അടുത്തുള്ള ഉയരത്തിലൊരു കാപ്പിത്തോട്ടത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ആ ഒരു സംഭവം കഴിഞ്ഞൊരു 10-15 മിനിറ്റകം അവരുടെ ആ ഗ്രാമം, എത്ര സുന്ദരമായിരുന്നു ആ ഗ്രാമം, അത് പിന്നീട് കണ്ടപ്പോൾ ഇത് ഞങ്ങളുടെ നാടേ അല്ല എന്ന് വിലപിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. അത്രത്തോളം അതിൻ്റെ ടെറൈൻ ജോഗ്രഫി മാറിയിരിക്കുന്നു. അത് അവരിൽ വലിയ വേദന ഉണ്ടാക്കിയിരിക്കുന്നു. നിസ്സഹായതയുടെ അങ്ങേ അറ്റത്തേക്ക് അവർ എത്തിയിരിക്കുന്നു. ഇപ്പോൾ സുർജിത്ത് പറഞ്ഞതുപോലെ ഈ ഉരുൾപൊട്ടിയ സമയത്ത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ശബ്ദശകലമിട്ട റംലത്ത് എന്ന വയോധികയുടെ ആ ഉമ്മയുടെ ശബ്ദശകലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങേയറ്റം വേദനാജനകമായി ഇനി അങ്ങോട്ട് മറ്റു വഴികളില്ല, സഹായസ്ഥങ്ങൾ പുറമേ നിന്ന് എവിടെയെങ്കിലും എത്തിയാൽ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ച് മരണം ഞങ്ങൾ മുമ്പിൽ കാണുന്നു എന്ന് നിസ്സഹായതയോടെ പറഞ്ഞ ആ ഉമ്മ പിന്നീട് മരണപ്പെട്ടു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അത് നമ്മളിൽ ബന്ധപ്പെട്ട ഒരൊറ്റ ഉമ്മയുടെ വാക്കുകളാണ്. ഇങ്ങനെ പുറലോകവുമായി ഒന്ന് ബന്ധപ്പെടാനോ അവസാനമായി എന്നെ സഹായിക്കുമെന്ന് പുറത്തേക്കൊന്ന് ഉറക്കെ വിളിക്കാനോ ആകാതെ മരണത്തിലേക്ക് കീഴ്പ്പെടേണ്ടി വന്ന ഒട്ടനേകം മനുഷ്യരുടെ അവരുടെ നിസ്സഹായതയുടെ ഒരു വലിയ ആഴത്തിലുള്ള ദുഃഖത്തിൻ്റെ വേരിറങ്ങുന്ന ഒരിടം കൂടിയായി മാറുകയാണ് ഈ ചൂരൽമല ഭാഗം മുണ്ടക്കൈ മേഖലയൊക്കെ മാറുന്നു. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇന്നലെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ആശുപത്രി ചികിത്സയിലെത്തിയ ആളുകളുമായി സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അമ്മയും മകനും ഒരു മുറിയിൽ കിടക്കുന്നു. ഈ അമ്മയുടെ അച്ഛനും അമ്മയും മറ്റൊരു മുറിയിൽ കിടക്കുന്നു. ഈ അമ്മയും മകനും കിടന്ന മുറി ഒഴികെ മറ്റേ മുറി ഒലിച്ചു പോകുന്നു. അതായത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയവർ കാണുന്നത് ശൂന്യമായൊരു പുറമാണ്. അവിടെ അവരുടെ വീടുകളില്ല, അവരുടെ ടെറസില്ല, അവരുടെ മുറി മാത്രം അവശേഷിക്കുന്നു. തൊട്ടടുത്ത് കിടന്ന അച്ഛനും അമ്മയും ഇല്ല. അങ്ങനെ തൊട്ടു മുമ്പിലൂടെ പ്രിയപ്പെട്ടവർ കൈയൊന്ന് നീട്ടി ആ കൈപ്പടയിലൊന്നും പിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒഴുകിപ്പോകുന്നതിൻ്റെ കാഴ്ചകൾ കണ്ട ഇടമാണ്. ആ മനുഷ്യരൊക്കെ ഇനിയും ശക്തമായി തിരിച്ചു വരണം. അതിജീവിച്ചവർക്ക് ആ മാനസികമായ പ്രയാസത്തിൽ ഇറങ്ങാനാവില്ലെങ്കിലും അവർ അതിജീവിക്കുമെന്ന വലിയ പ്രതീക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. ഈ മുണ്ടക്കയുടെ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ സംസാരിച്ചതുപോലെ അതിസാധാരണക്കാരായ ആളുകളാണ്. 400 വീടുകൾ. ഈ വീടുകളുടെ പ്രത്യേകത എല്ലാം ഒരു ഇടതടവില്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ്. അതായത് എപ്പോഴും പരസ്പരം കാണുന്നവർ, സഹായിക്കുന്നവർ, സ്നേഹവായ്പകൾ സ്ഥിരം കൈമാറുന്നവർ. ഈ മനുഷ്യർ ഒറ്റ രാത്രി കൊണ്ട് ഇനി തിരിച്ചു വരുമ്പോൾ അവരിൽ ഇപ്പോൾ 282 പേരില്ല. ഈ മരണസംഖ്യ ഇനി ഉയരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകളെല്ലാം നമ്മൾ കാണുന്നത് ഇപ്പോഴും ചാലിയാറിൻ്റെ തീരങ്ങളിലടക്കം മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടുന്നു, മൃതദേഹ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നു. അത്തരത്തിൽ ഒരു നമ്മൾ മനുഷ്യർ എത്രത്തോളം നിസ്സഹായരാണ് ഒരു പ്രകൃതിക്ഷോഭത്തിന് മുന്നിലെന്ന് നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ചൊവ്വാഴ്ച രാത്രി മുതൽ ഇന്ന് ഈ മണിക്കൂർ ഈ 10 മണിയോടെ എടുക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ചേതനേറ്റ പ്രതിഷേധങ്ങളിൽ കാണുന്നു, ഒരുപാട് മൃതദേഹങ്ങൾ അങ്ങ് ഒഴുകി നടക്കുന്നത് കാണുന്നു. ഒപ്പം ഈ പ്രിയപ്പെട്ടവർ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ അതിജീവിച്ചതിൻ്റെ ആശ്വാസം പോലും പൂർണ്ണമായി ഉൾക്കൊള്ളാനാകാത്ത മനുഷ്യരെ നമ്മൾ കാണുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ആയുഷ്കാലത്ത് സമ്പാദ്യമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, അതീവ സാധാരണമായൊരു മേഖല. ആ മനുഷ്യരൊരു വീട് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു ആയുഷ്കാലത്തിൻ്റെ സമ്പാദ്യങ്ങൾ ഏച്ചുവെച്ച് കൂട്ടുന്ന ഭവനങ്ങളാണ്. ഒരൊറ്റ രാത്രിയിലെ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്നു ആ ഭവനങ്ങൾ. പല ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ അതിൽ ബാക്കിയായവർ ആ വീടുകൾ കാണുമ്പോൾ കണ്ണീർ വാർക്കുന്ന ദൃശ്യങ്ങൾ. അത് എത്രത്തോളം ആ കണ്ണീരിൻ്റെ അർത്ഥം അത് ആ ദുരന്തം അനുഭവിക്കാത്തവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രത്തോളം വ്യക്തമായിരുന്നു. അത്രത്തോളം നിസ്സഹായതയുടെ അതീവ സങ്കടത്തിൻ്റെ നോവ് പെയ്തിറങ്ങിയ ദിനത്തിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരും എന്നുള്ളതാണ് ആ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യം. അതിനപ്പുറത്തേക്ക് നാളത്തെ രക്ഷാപ്രവർത്തനത്തിൽ അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. ഗോൾഡൻ അവേഴ്സുകളാണ് കടന്നു പോകുന്നത്. ഇപ്പോഴും ഈ കാണാമറയത്തുള്ളവർ ജീവനോടെ എവിടെയോ സുരക്ഷിതമായി ഇടത്തുണ്ടെന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ മാത്രമാണ് അവർക്ക് മുന്നോട്ടുള്ള ഒരു ആശ്വാസം. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം 1.5 ദിവസം പിന്നിട്ടു. ജീവനോട് അവശേഷിച്ചവരെല്ലാം പുറത്തെത്തിച്ചു കഴിഞ്ഞു എന്നാണ് രക്ഷാപ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത്യാധുനിക മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നിലവിലെ രക്ഷാദൗത്യം. പ്രതീക്ഷ നശിച്ച് പ്രാണൻ മുറുകെ പിടിച്ച് ഒരു പകലും രാവും ദുരന്ത മേഖലയിൽ കഴിഞ്ഞവരെയാണ് രക്ഷാപ്രവർത്തകർ പുറത്തെത്തിച്ചത്.